ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന B.Edലെ സെക്കൻഡ് സെമ്മിലെ ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗിലെ ഫസ്റ്റ് യൂണിറ്റായ ലേണിംഗ് ഈ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ കൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലേണിംഗ്. വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ അക്വയർസ് നോളേജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ നെസസറി ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ് ലേണിംഗ്? ലേണിങ്ങിലൂടെ ഒരു ഇൻഡിവിജ്വൽ എന്താണ് അക്വയർ ചെയ്യുകയാണ്, എന്തൊക്കെ? നോളേജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ. എന്തിനു വേണ്ടി? ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ലൈഫ്. അപ്പോൾ നമുക്കറിയാം ഒരു പഠനം എന്താണ്? ഒരാളെ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും സമൂഹത്തിൽ ഫലപ്രദമായി ജീവിക്കാനെല്ലാം ലേണിംഗ് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലേണിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ അക്വയർ നോളേജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ് ദാറ്റ് ആർ നെസസറി ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ലൈഫ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് ഓഫ് ലേണിംഗ്. അക്കോർഡിംഗ് ടു ഗേറ്റ്സ് ആൻഡ് അതർ. ഗേറ്റ്സ് എങ്ങനെയാണ് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്? ലേണിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. ലേണിംഗ് എന്താണ്? ഒരു മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആണ് അല്ലേ. എക്സ്പീരിയൻസ് അതായത് അനുഭവത്തിലൂടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റമാണ് ലേണിംഗ്. ഒരാൾക്ക് ഇപ്പോൾ ഒരു പുതിയ അനുഭവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ്? അതിൽ നിന്നുള്ള ഒരു പഠനം മൂലം അവരുടെ പെരുമാറ്റത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരും അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു കുട്ടിയുണ്ട്, അതൊരു ചൂടുള്ള വസ്തുവിനെ തൊട്ടപ്പോൾ ആ കുട്ടിക്ക് പൊള്ളലേൽക്കുന്നു. അപ്പോൾ എന്താണ്? ആ അനുഭവത്തിൽ നിന്നാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത് എന്താണ്? ചൂടുള്ള വസ്തുക്കളെ തൊടാൻ പാടില്ല. ഇനി എപ്പോഴെങ്കിലും ആ ചൂടുള്ള വസ്തുക്കളെ കാണുമ്പോൾ ആ കുട്ടി തൊടുമോ? ഇല്ല അല്ലേ. ആ കുട്ടി ഒരു ശ്രദ്ധ പാലിക്കും. സോ ലേണിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു സ്കിന്നർ. സ്കിന്നർ എന്താണ് പറയുന്നത്? ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. ലേണിംഗ് എന്താണ്? ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ്. അത് ഓവർ ദ ടൈം ഗ്രാജുവലി ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് നടക്കുകയാണ് അല്ലേ. നമ്മളുടെ ബിഹേവിയറിൽ ടു ബെറ്റർ ഫിറ്റ് ടു അവർ എൻവയൺമെൻറ്റ് ആൻഡ് നമ്മളെ നീഡ്സിൻ്റെ അക്കോർഡിംഗ് ബിഹേവിയറിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് നടക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂ ടീച്ചർ ഉണ്ട്, ആദ്യം സ്ട്രഗിൾ ചെയ്യും അല്ലേ. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ചെയ്യാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ സ്ട്രഗിൾ ചെയ്യും. പിന്നെ എന്താ ഓവർ ദ ടൈം ആ ടീച്ചർ ഒബ്സർവ് ചെയ്യുകയാണ് കുട്ടികളൊക്കെ എങ്ങനെയാണ്. പിന്നെ ഡിഫറെൻറ്റ് ടീച്ചിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? മോർ എഫക്റ്റ്ലി ആ ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യാൻ ആ ടീച്ചറിന് സാധിക്കുന്നു. അപ്പോൾ സ്കിന്നറിൻ്റെ അക്കോർഡിംഗ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ നമുക്കറിയാമല്ലോ ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് വിൽ ടേക്ക് ത്രൂ ഔട്ട് അവർ ലൈഫ്. ഫ്രം ബർത്ത് ടു ഡെത്ത് നടക്കുന്നതാണ് ലേണിംഗ്. നമ്മൾ ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നെക്സ്റ്റ് ആണ് ലേണിംഗ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. എന്താണ് ലേണിംഗ്? എന്താണ്? ഒരു സമാനമായ സ്ഥിരതയുള്ള ഒരു മാറ്റമാണ്, ഒരു പെർമനൻറ്റ് ചേഞ്ച് ഉള്ള ഒരു മാറ്റമാണ് ലേണിംഗ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ കുട്ടി എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് മാത്ത് പ്രോബ്ലമിന്. സോ ആഫ്റ്റർ എ ടൈം ഹി ബിഗിൻ ടു സോൾവ് ദം മോർ അക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി അല്ലേ. സോ ആ അക്യുറേഷൻ ആൻഡ് ആ ക്വിക്ക്ലി എന്താണ്? ആ ഇംപ്രൂവ്മെൻറ്റ് ബിക്കംസ് പെർമനൻറ്റ് ചേഞ്ച് ഇൻ ഹിസ് ബിഹേവിയർ. സോ ലേണിംഗ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം ലേണിംഗ് മേ ബി ഏതർ വിസിബിൾ ഓർ കൺസീലഡ്. അപ്പോൾ ലേണിംഗിന് നടക്കുന്ന ബിഹേവിയറൽ ചേഞ്ച് ആണ് ഏതർ വിസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ കൺസീലഡ് നോട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയുന്നത് വിസിബിളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ പഠിക്കണം. ഓവർ ദ ടൈം ആ കുട്ടി ഓടിക്കുമ്പോൾ നമുക്ക് വിസിബിൾ ആണ് അല്ലേ, ആ കുട്ടിയുടെ ലേണിംഗ് നടന്നിട്ടുണ്ടെന്ന്. അതേപോലെ നോൺ വിസിബിൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ഓണസ്റ്റിനെ കുറിച്ച് നല്ലോണം വായിച്ചു, അതിൻ്റെ മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കി. ബട്ട് പെട്ടെന്ന് ആ കുട്ടീൻ്റെ ഇമ്മീഡിയറ്റ്ലി ആ കുട്ടീൻ്റെ ബിഹേവിയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. ആഫ്റ്റർ സം ടൈംസ് ഹി വിൽ ഷോ ത്രൂ ഹിസ് ബിഹേവിയർ. So this is change in behavior resulting from learning may be either visible or concealed. ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. അത് നമുക്കറിയാം ലേണിംഗ് എന്താണ്? എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയും നടക്കുന്ന ഒന്നാണ് അല്ലേ.
ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, നീന്തൽ പഠിക്കുമ്പോൾ എന്താണ്, ആ കുട്ടി ആദ്യം മറ്റുള്ളവരെ നോക്കി പഠിക്കും അല്ലേ, അവരെങ്ങനെയാണ് നീന്തുന്ന അനുഭവങ്ങളൊക്കെ നോക്കി പഠിക്കും. ദെൻ എന്താ കുറച്ചായിട്ട് ആ കുട്ടി നീന്താൻ ശ്രമിക്കും. അങ്ങനെ പ്രാക്ടീസിലൂടെ ആ കുട്ടി നല്ലോണം നീന്താൻ പഠിക്കുകയാണ്. സോ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. ലേണിംഗ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. നമ്മൾ സ്കിന്നറിൽ പഠിച്ചാണ് അല്ലേ, ലേണിംഗ് ഈസ് അഡാപ്റ്റേഷൻ. പുതിയ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്താണ്, ആ ചാലഞ്ചസിൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്യാനും ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് അതിൽ അഡാപ്റ്റ് ചെയ്തിട്ട് ആ ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ നമ്മളൊരു പുതിയ കൺട്രിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ലാംഗ്വേജസ് അറിയില്ല. ദെൻ ഗ്രാജുവലി നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുന്നു. ദെൻ we can do communicate effectively. സോ എന്താണ്, ലേണിംഗ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. നെക്സ്റ്റ് ആണ് ലേണിംഗ് ഈസ് പേർപ്പസ്ഫുൾ. അപ്പോൾ ലേണിംഗ് എന്താണ്, എല്ലാ ലേണിങ്ങിനും ഒരു പേർപ്പസ് ഉണ്ടാവും, ഒരു ഗോൾ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഉണ്ടാവും. വി വാണ്ട് ടു അച്ചീവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലേണിംഗ് നടക്കുന്നത് അല്ലേ. എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിരിക്കും നമ്മൾ ലേണിംഗ് നടത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു പഠിക്കുന്നത് നമ്മളൊരു ജോബ് കിട്ടാനോ, ഒരു കുട്ടി കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിക്കുന്നത് IT ഫീൽഡിലോ ടെക് ഇൻഡസ്ട്രിയിലോ ജോബ് കിട്ടാനായിരിക്കും ആ കുട്ടി പഠിക്കുന്നത്. സോ ലേണിംഗ് ഹാസ് സം മോട്ടീവ് ആൻഡ് പേർപ്പസ് ബിഹൈൻഡ് for every learning. നെക്സ്റ്റ് ആണ് ലേണിംഗ് ഹാസ് സോഷ്യൽ ഓറിയൻറ്റേഷൻ. സോഷ്യൽ ഓറിയൻറ്റേഷൻ എന്ന ലേണിംഗ് ഒരു സോഷ്യൽ പ്രോസസ്സാണ് അല്ലേ. ഇറ്റ് ഹാപ്പൻസ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്. ഫ്രം ചൈൽഡ്ഹുഡ് നമുക്കറിയാം വി ലേൺ ബിഹേവിയർ, വാല്യൂസ്, ലാംഗ്വേജ്, സ്കിൽസ് ബൈ ഒബ്സർവിങ് അതേഴ്സ്, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ അറൗണ്ട് അസ്. അപ്പോൾ ഓരോ ലേണിങ്ങും നമ്മൾക്ക് നടക്കുന്നത് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷനിലൂടെയും ഒരു സോഷ്യൽ പ്രോസസ്സ്, ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. ഇതുകൂടാതെ നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കിയത് ലേണിംഗ് എന്താണ്, മീനിങ്, ഡെഫിനിഷൻസ് ആൻഡ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലേണിംഗ് ആൻഡ് മെച്യൂറേഷൻ്റെ ഡിഫറൻസ് ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.